ഹലോ, സായിസ് ഡ്രീം വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനുണ്ടല്ലോ ഒരു നുറുക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ വന്നിട്ടുള്ളത്. പെട്ടെന്ന് തന്നെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കല്ലേ നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനൊരു കപ്പ് ഉഴുന്ന് എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഇഡ്ഡലിക്കൊക്കെ ഇടുന്ന ദോശയ്ക്കൊക്കെ ഇടുന്ന ഉഴുന്ന് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കഴുകി വരാം കേട്ടോ. അപ്പോൾ അപ്പോഴത്തേനും ഞാനൊരു ചീഞ്ചട്ടി വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഉഴുന്നൊന്ന് വറുത്തെടുക്കണം. അപ്പോൾ ഞാൻ കഴുകി വെള്ളമൊന്നും ഊറ്റിയിട്ട് ആണ് കേട്ടോ വറുത്തെടുക്കണത്. ഇനി ഇങ്ങനെ വറക്കണില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് അപ്പം തോന്നിയപ്പോൾ അപ്പം ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരത്തെ തന്നെ തീരുമാനിക്കുകയാണെങ്കിൽ ഒന്ന് വെള്ളത്തിലിട്ടിട്ട് അരച്ചെടുത്താലും മതി, ഇങ്ങനെ ചെയ്യണതിന് പകരം കേട്ടോ. സാധാ നമ്മൾ കുതിർത്തെടുത്തിട്ടേ ചെറിയ മിക്സിയുടെ ചെറിയ ജാറിലിട്ടിട്ട് ഒന്നിങ്ങോട്ട് നന്നായിട്ട് ഫൈനായിട്ട് അരച്ചെടുത്താൽ മതി. ഞാനിത് വറുത്തിട്ട് പൊടിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. ചിലർ പിന്നെ ഉഴുന്ന് ചേർക്കാതെയും ഉണ്ടാക്കും, വെറും അരിപ്പൊടി മാത്രമാക്കിയിട്ടും എടുക്കും കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് വറുത്ത് പൊടിച്ച് തരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ എന്തെങ്കിലും ചെറിയൊരു എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സാധാ പത്തിരിപ്പൊടിക്കൊക്കെ പൊടിച്ചേക്കൂലേ അത് കേട്ടോ. പിന്നെ ഒരു ടീസ്പൂണ് കറുത്ത എള്ളു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. മുളക് പൊടി വേണ്ടവർക്ക് ഇട്ട് കൊടുക്കാം, ഞാൻ ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ. മഞ്ഞൾപ്പൊടി മാത്രമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ അതേപോലെ തന്നെ കായപ്പൊടി ഉണ്ടെങ്കിൽ കായപ്പൊടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ. കായപ്പൊടി ഞാൻ ചേർത്തിട്ടില്ല. പിന്നെ ഞാൻ സ്പൂൺ വെച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തു കേട്ടോ. പിന്നെ ഞാൻ പച്ചവെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. ഞാൻ വെള്ളത്തിൽ തന്നെ ഉപ്പിട്ടതാണ് കേട്ടോ. മറ്റേത് പൊടിക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ചിലപ്പോൾ എല്ലായിടത്തേക്കും ആയില്ലെങ്കിലോ വിചാരിച്ചിട്ട് വെള്ളത്തിലാണ് ഞാൻ ഉപ്പിട്ട് കൊടുത്തത് കേട്ടോ. വെള്ളം പാകത്തിനാക്കി ഇങ്ങനെ കുറേശ്ശെ ആക്കി ഒഴിച്ചിട്ട് നമ്മുടെ ഇടിയപ്പത്തിനൊക്കെ കുഴച്ചെടുക്കണ മാവിൻ്റെ ആ ഒരു രീതിയിലാക്കി എടുക്കുക കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതേപോലെ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി അപ്പം തന്നെ ചുട്ടെടുക്കാം കേട്ടോ. റെസ്റ്റ് ചെയ്യാൻ വെക്കണം എന്നൊന്നുമില്ല, ഞാൻ അപ്പം തന്നെ ചുട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 2 തരം അച്ചുണ്ട് കേട്ടോ എൻ്റെ കയ്യിൽ. അപ്പോൾ ഞാൻ ഒറ്റ സ്റ്റാറിൻ്റെ ഉള്ള അയിലാണ് കേട്ടോ ആദ്യം ഒന്ന് ചുട്ട് നോക്കണത്. അപ്പോൾ ഞാൻ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണയാണ് കേട്ടോ ഉപയോഗിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നല്ലോണം ചൂടായതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനൊന്ന് ആദ്യം റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതൊന്ന് ആയി വരട്ടെ, എന്നിട്ട് രണ്ടാമത്തതും കൂടി അങ്ങനെ ചെയ്ത് നോക്കാം കേട്ടോ. നല്ലോണം ഒന്ന് കുറഞ്ഞ തീയിലിട്ടിട്ട് ചെയ്തെടുക്കുക കേട്ടോ. മറ്റേത് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഫസ്റ്റത്തെ ഒന്ന് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ രണ്ടാമത്തെ അതുപോലെ തന്നെ 2 ആക്കിയിട്ട് ഇട്ട് കൊടുത്തു കേട്ടോ. അപ്പോൾ പെട്ടെന്ന് കഴിഞ്ഞോട്ടെ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ വലിയ ചീഞ്ചട്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടെ എണ്ണ ഒഴിച്ചിട്ട് അങ്ങനെ ചെയ്തെടുത്താൽ മതി. പിന്നെ പറഞ്ഞാൽ ഞാൻ ഇതേപോലെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കുറച്ചേ ആക്കണുള്ളൂ. ബാക്കിയൊക്കെ പിന്നെ നീളത്തിൽ അങ്ങനെ ചുട്ടെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ 2-3 ആക്കിയിട്ടുണ്ട്. ഞാൻ പ്ലേറ്റിൽ ഇങ്ങനെ പരത്തിയിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. കൈ കൊണ്ട് തന്നെ ഇട്ട് കൊടുക്കുക, പൊട്ടിപ്പോവൊന്നുമില്ല. പ്ലേറ്റിൽ ഇങ്ങനെ നമ്മൾ റൗണ്ട് ഷേപ്പിലാക്കിയിട്ട് പരത്തിയെടുക്കുക. എന്നിട്ട് കൈ കൊണ്ട് എടുത്ത് എണ്ണയിലേക്ക് ഇട്ടാൽ മതി കേട്ടോ. പൊട്ടിപ്പോവൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ആക്കിയെടുക്കുകയാണ്. അപ്പോൾ ഭയങ്കര എളുപ്പത്തിൽ തന്നെ ചെയ്തെടുക്കാം കേട്ടോ. ഭയങ്കര ടൈറ്റൊന്നുമില്ല മാവ്. പിന്നെ ബാക്കി ഞാൻ പറഞ്ഞല്ലോ ഇതേപോലെ ഒന്ന് നീളത്തിൽ ആക്കിയിട്ടും കൂടെ എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈസി ആയിട്ട് തന്നെ സൂപ്പറായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. ചിലരൊന്നും ഉഴുന്ന് കൂട്ടാതെ വെറും പച്ചരിപ്പൊടി മാത്രം ഉപയോഗിച്ചിട്ടും ചെയ്ത് നോക്കലുണ്ട്. അപ്പോൾ ഞാൻ ഉഴുന്നിടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതണു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ കാണാം. താങ്ക്